വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +2 ഇന്ത്യ ഹ്യൂമൻ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിവിധ തരത്തിലുള്ള ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സും അത് റൂറലും അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിറ്റീസും അതുപോലെ തന്നെ ഫങ്ഷണൽ കാറ്റഗറീസും എന്താണ് റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായി വരുന്നതിനുള്ള കാരണങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ റൂറൽ സെറ്റിൽമെൻറ്റ്സിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് കാരണമായിട്ടുള്ള ഫസ്റ്റ് കാറ്റഗറിയാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫിസിക്കൽ ഫീച്ചേഴ്സിനകത്ത് നമ്മൾ പറയേണ്ട സബ് ടോപ്പിക്കുകളാണ് ഒന്ന് നേച്ചർ ഓഫ് ടെറൈൻ, ഒന്ന് അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഇത് ഒരു ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഉണ്ടായി വരുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നേച്ചർ ഓഫ് ടെറൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് പോയിൻ്റ് ആണ് ഓൾട്ടിറ്റ്യൂഡ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും എത്രത്തോളം ഉയരത്തിലാണ് ആ ഒരു പ്രദേശം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും എത്രത്തോളം ഉയരത്തിലാണ് എന്നുള്ള ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ക്ലൈമറ്റ് അതായത് കാലാവസ്ഥ. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയും അവിടുത്തെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. അപ്പോൾ എക്സ്ട്രീം ഹോട്ട് അതുപോലെ തന്നെ എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ആളുകൾ അങ്ങനെയുള്ള പ്രദേശം പ്രിഫർ ചെയ്യില്ല. പകരം ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് എങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യും. അതാണ് ക്ലൈമറ്റും ഹ്യൂമൻ സെറ്റിൽമെൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലം നമുക്ക് വളരെ ആവശ്യം വേണ്ട ഒരു വസ്തുവാണ്. നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജലം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ താമസിക്കുന്നതിന് ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ജലം നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നദികളുടെ തീരത്തും മറ്റും നമ്മൾ താമസിക്കുന്നതിനുള്ള ടെൻഡൻസി ഉണ്ട്. അല്ലെങ്കിൽ മറ്റ് ജലസ്രോതസ്സുകളുടെ സാമീപ്യത്തിൽ തന്നെ നമുക്ക് താമസിക്കുന്നതിനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് വരുന്ന ഏതൊക്കെയാണ്, റൂറൽ സെറ്റിൽമെൻറ്റിന് കാരണമായി തീരുന്ന ഫാക്ടേഴ്സിന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ഫീച്ചേഴ്സാണ്. ഫിസിക്കൽ ഫീച്ചേഴ്സിനകത്ത് നമ്മൾ 4 സബ് ടോപ്പിക്കുകൾ കവർ ചെയ്തു. അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് നേച്ചർ ഓഫ് ടെറൈൻ, സെക്കൻഡ് വൺ ഓൾട്ടിറ്റ്യൂഡ്, തേർഡ് വൺ ക്ലൈമറ്റ്, ഫോർത്ത് വൺ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. നേച്ചർ ഓഫ് ടെറൈൻ അതായത് ആ ഒരു ഭൂപ്രകൃതിയുടെ പ്രകൃതം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടായിരിക്കും അവിടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിന് പറ്റുന്ന സ്ഥലമാണോ അല്ലയോ. ഇപ്പോൾ പ്ലെയിൻസ് ആണ് അല്ലെങ്കിൽ സമതലങ്ങളാണെങ്കിൽ കൃഷിക്ക് വളരെ യോഗ്യമായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ കുന്നുപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മരുഭൂമികളിലോ ആണെങ്കിൽ ജനങ്ങൾ അങ്ങനെ തിങ്ങിപ്പാർക്കുന്നില്ല. തീരപ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ മത്സ്യബന്ധനത്തിനും മറ്റു ഉപജീവന മാർഗ്ഗങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ തിങ്ങിപ്പാർക്കുന്നതിന് ഉള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു. ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ എന്താണ്? സമുദ്രനിരപ്പിനുള്ള ഉയരം കൂടുന്നതിനനുസരിച്ച് തണുപ്പ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഹൈറ്റിലാണെങ്കിൽ ജനങ്ങൾക്ക് അധികം തണുപ്പുണ്ടായിരിക്കുകയില്ല, അതുപോലെ തന്നെ അധികം ചൂടും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളായിരിക്കും അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. ക്ലൈമറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹൈറ്റിൻ്റെ പോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റിലായിരിക്കും ജനങ്ങൾ കൂടുതലായി താമസിക്കുക. എന്നാൽ അവർ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റിൽ, അതായത് എക്സ്ട്രീം ഹോട്ടോ എക്സ്ട്രീം കോൾഡോ ആയിട്ടുള്ള ക്ലൈമറ്റുകളിലും താമസിക്കാറുണ്ട്. പക്ഷേ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? അത് ഇതുപോലെ വളരെ ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ആയിരിക്കില്ല, പകരം വളരെ ഡിസ്പേഴ്സ്ഡ് ആയിട്ടൊക്കെയുള്ള ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ആയിരിക്കും അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞു അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ജലലഭ്യതയുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ജനങ്ങളുടെ തിങ്ങിപ്പാർക്കുന്നതിന് ഉള്ള ടെൻഡൻസി പൊതുവെ കാണിക്കാറുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ. ഇനി നമുക്ക് പറയാനുള്ള സെക്കൻഡ് ആയിട്ടുള്ള ഫാക്ടറാണ് കൾച്ചറൽ ആൻഡ് എത്നിക് ഫാക്ടേഴ്സ്. കൾച്ചറൽ ആൻഡ് എത്നിക് ഫാക്ടേഴ്സും റൂറൽ സെറ്റിൽമെൻറ്റിൻ്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ്. ഈ കൾച്ചറൽ ആൻഡ് എത്നിക് ഫാക്ടേഴ്സിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 സബ് ടോപ്പിക്സ് ആണ്. ഒന്ന് സോഷ്യൽ സ്ട്രക്ചർ, മറ്റൊന്ന് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ഇപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം അവിടുത്തെ സമൂഹത്തിൻ്റെ ആ ഒരു ഘടനയ്ക്കനുസരിച്ചായിരിക്കും അവിടെ ജനങ്ങൾ എന്ത് ചെയ്യുക, അവർ താമസിക്കുക. അത് നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള ആ ഒരു സബ് ടോപ്പിക് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് റിലീജിയൻ, അത് ഒരേ കാസ്റ്റിലുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നതിനും അല്ലെങ്കിൽ ഒരേ റിലീജിയനിൽ പെടുന്ന ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നതിനും ഉള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്.
അതുകൊണ്ട് തന്നെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിൻ്റെ ഫോർമേഷനിൽ, അതായത് റൂറലിലുള്ള ഹ്യൂമൻ സെറ്റിൽമെൻറ്റിൻ്റെ ഫോർമേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് നമുക്ക് എന്തിനെ പറയാനായിട്ട് സാധിക്കും? കൾച്ചറൽ ആൻഡ് എത്നിക് ഫാക്ടേഴ്സിനെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ അടുത്തതായിട്ട് നമ്മൾ പറയേണ്ട ഫാക്ടറാണ് സെക്യൂരിറ്റി ഫാക്ടേഴ്സ്. അപ്പോൾ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിൻ്റെ ഫോർമേഷനിലേക്ക് കാരണമായിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് സെക്യൂരിറ്റി ഫാക്ടേഴ്സ്, അതായത് ഡിഫൻസ് അഗൈൻസ്റ്റ് തെഫ്റ്റ് ആൻഡ് റോബറീസ്. ഇപ്പോൾ കൊള്ള ചെയ്യപ്പെടുന്നതിനും അതുപോലെ തന്നെ മോഷണത്തിൽ നിന്നുമെല്ലാം ഇവർക്ക് സംരക്ഷണം വേണമെങ്കിൽ ഇവരെന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഒരുമിച്ച് താമസിക്കുന്നു, ഇവർക്കിടയിൽ ഒരു ഐക്യം കൈവരുന്നു. അപ്പോൾ അതും എന്തിലേക്ക് കാരണമായി തീരുന്നു? ഹ്യൂമൻ സെറ്റിൽമെൻറ്റിൻ്റെ ഫോർമേഷനിലേക്ക് കാരണമായി തീരുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? സെക്യൂരിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ റൂറൽ സെറ്റിൽമെൻറ്റിൻ്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു ഫിസിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു. ഫിസിക്കൽ ഫീച്ചേഴ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തി നേച്ചർ ഓഫ് ടെറൈൻ, ഓൾട്ടിറ്റ്യൂഡ്, ക്ലൈമറ്റ്, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. നമ്മൾ സെക്കൻഡ് പറഞ്ഞു കൾച്ചറൽ ആൻഡ് എത്നിക് ഫാക്ടേഴ്സ്. കൾച്ചറൽ ആൻഡ് എത്നിക് ഫാക്ടേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ആയിരുന്നു ഒന്ന് സോഷ്യൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് റിലീജിയൻ. അതുപോലെ തേർഡായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു സെക്യൂരിറ്റി ഫാക്ടേഴ്സ്. സെക്യൂരിറ്റി ഫാക്ടേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് ഡിഫൻസ് അഗൈൻസ്റ്റ് തെഫ്റ്റ് ആൻഡ് റോബറി എന്ന് പറയുന്ന ആ ഒരു പോയിന്റാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വിവിധ ടൈപ്പിലുള്ള റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? വിവിധ തരത്തിലുള്ള റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായി വരുന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വിവിധ തരത്തിലുള്ള റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഫൗണ്ട് ഇൻ ഇന്ത്യ. There are 4 types of rural settlement types found in India. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെമി ക്ലസ്റ്റേർഡ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ഹാംലെറ്റ് ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഓർ ഐസൊലേറ്റഡ് എന്ന് പറയുന്ന റൂറൽ സെറ്റിൽമെൻറ്റ് ടൈപ്പ് ആണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഇന്ത്യയിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന റൂറൽ സെറ്റിൽമെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്? ക്ലസ്റ്റേർഡ് റൂറൽ സെറ്റിൽമെൻറ്റ് ഉണ്ട്, സെമി ക്ലസ്റ്റേർഡ് ഉണ്ട്, ഹാംലെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പേഴ്സ്ഡ് ഉണ്ട്. അപ്പോൾ ഇനി ഈ ഓരോ ടൈപ്പ് ഓഫ് സെറ്റിൽമെൻറ്റ്സും എന്താണെന്ന് നോക്കാം. ആദ്യം പറയുന്നു ക്ലസ്റ്റേർഡ് റൂറൽ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത് ദോസ് ഹൗസസ് ആർ ഫൗണ്ട് ക്ലോസ്ലി ബിൽറ്റപ്പ് ഏരിയ ഓഫ് ഹൗസസ്. അപ്പോൾ എങ്ങനെയാണ്? വളരെ ക്ലോസ്ലി ബിൽറ്റപ്പ് ഏരിയ ഓഫ് ഹൗസസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? അതിനെ നമ്മൾ ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള റൂറൽ സെറ്റിൽമെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്ലോസ്ലി ബിൽഡപ്പ് ഏരിയ ഓഫ് ഹൗസസ് ആണ്. അപ്പോൾ ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ് എന്താണ്? ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് അത് ക്ലോസ്ലി ബിൽഡപ്പ് ആയിട്ടുള്ള ഏരിയ ഓഫ് ഹൗസസ് ആണ് എന്ന് പറയുന്നത് ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇത്തരം ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരു ജനറൽ ലിവിങ് ഏരിയയും കാണും. ആ ജനറൽ ലിവിങ് ഏരിയ അവരെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഫാംസിൽ നിന്നോ ബാൺസിൽ നിന്നോ അതുപോലെ തന്നെ പാസ്റ്റേഴ്സിൽ നിന്നോ വെൽ സെപ്പറേറ്റഡ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റിൽ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ക്ലോസ്ലി ബിൽഡപ്പ് ഏരിയ ഓഫ് ഹൗസസ് ആണ് ഏതെന്ന് പറഞ്ഞു? ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞു. ഈ ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ എന്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു? ഒരു ജനറൽ ലിവിങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. അതായത് അവർ വീട് വെച്ച് താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. അത് എന്തിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഉണ്ടായിരിക്കുക? ഇവരുടെ ഉപജീവന മാർഗം ആയിട്ടുള്ള ഏത് ബയോമാണോ അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നുകിൽ അത് പാസ്റ്റർ ആയിരിക്കാം, അതായത് അത് പുൽമേടായിരിക്കാം, അല്ലെങ്കിൽ അത് ഫാംസ് ആയിരിക്കാം, അവരുടെ കൃഷിയിടങ്ങളായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഉപജീവന മാർഗവുമായിട്ട് സറൗണ്ട് ചെയ്തിട്ട് ഇവർക്കൊരു ജനറൽ ലിവിങ് ഏരിയ കാണും. ആ ജനറൽ ലിവിങ് ഏരിയയിൽ വളരെ ക്ലോസ്ലി ബിൽഡപ്പ് ഏരിയ ഓഫ് ഹൗസസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇവർ താമസിക്കുക. അത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് ടൈപ്പിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? അതാണ് ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് ടൈപ്പ്. ഇനി നമുക്ക് സെക്കൻഡ് ആയിട്ട് നോക്കാനുള്ള ടൈപ്പ് ഓഫ് സെറ്റിൽമെൻ്റ് ആണ് സെമി ക്ലസ്റ്റേർഡ്. അപ്പോൾ ക്ലസ്റ്റേർഡിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ സെമി ക്ലസ്റ്റേർഡിലുള്ളതെന്ന് നോക്കാം. These are also known as fragmented settlements may result from tendency of clustering in a restricted area. അപ്പോൾ എന്താണ് ക്ലസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ക്ലസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി ബിൽഡപ്പ് ഏരിയ ഓഫ് ഹൗസസ് ആയിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സെമി ക്ലസ്റ്റേർഡ് ആകുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കുകയാണ്? അത് ക്ലസ്റ്ററിങ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ, ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ മാത്രം എന്ത് ചെയ്യുകയാണ്? ക്ലസ്റ്റർ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുകയാണ് എങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും? സെമി ക്ലസ്റ്റേർഡ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ സെമി ക്ലസ്റ്റേർഡ് എന്ന് പറയുന്നത് എന്താണ്? സെമി ക്ലസ്റ്റേർഡ് മേ റിസൾട്ട് ഫ്രം ക്ലസ്റ്ററിങ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ. മറ്റൊന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്ലസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി ബിൽഡപ്പ് ഏരിയ ഓഫ് ഹൗസസ് ആണെങ്കിൽ അതെന്താണ്? അത് ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻ്റ് ആണ്. നമ്മൾ സെക്കൻഡ് പറഞ്ഞ സെമി ക്ലസ്റ്റേർഡ് ആണെങ്കിൽ അത് എങ്ങനെയുള്ള സെറ്റിൽമെൻ്റ് ആണ്?
അത് ക്ലസ്റ്ററിംഗ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെങ്കിൽ അതിനെന്തെന്ന് പറയാം, സെമി ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് ടൈപ്പ് ആണെന്ന് പറയാം. ഈ സെമി ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് ടൈപ്പ് പൊതുവായിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗുജറാത്ത് പ്ലെയിനിൽ നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്സ് ഓഫ് രാജസ്ഥാനിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്സ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ്? ഒന്ന് ഗുജറാത്ത് പ്ലെയിൻസിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ഏത്? നമ്മുടെ സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് പാറ്റേൺ. സെക്കൻഡ് നമ്മൾ പറഞ്ഞു പാർട്സ് ഓഫ് രാജസ്ഥാനിലുള്ള ചില പ്രദേശങ്ങളിൽ നമുക്ക് എന്തിനെ കാണുവാനായിട്ട് സാധിക്കും? ഈ സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് ടൈപ്പ് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ള തേർഡ് സെറ്റിൽമെന്റ് ടൈപ്പാണ് ഹാംലെറ്റ്സ്. ഈ ഹാംലെറ്റ്സിനെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ സെമി ക്ലസ്റ്റേർഡിനെ എന്തെന്ന് പറഞ്ഞു? ഫ്രാഗ്മെന്റഡ് സെറ്റിൽമെന്റ്സ് എന്നും എന്തിനെ പറയാറുണ്ടെന്ന് പറഞ്ഞു? സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്സിനെ ഫ്രാഗ്മെന്റഡ് സെറ്റിൽമെന്റ്സ് എന്നും പറയാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഹാംലെറ്റ്സിനെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതിനെ പന്ന എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്, പറ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്, പള്ളി എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്, നഗ്ല എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്, അതുപോലെ തന്നെ ധാനി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അതായത് വിവിധ പ്രദേശങ്ങളിൽ ഈ ഹാംലെറ്റ് ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ്സിനെ അറിയപ്പെടുന്നത് വിവിധ പേരുകളിലാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ്? പന്ന, പറ, പള്ളി, നഗ്ല, അതുപോലെ തന്നെ ധാനി. ധാനി, നഗ്ല, പള്ളി, പറ, പന്ന എന്ന പേരുകളിൽ വിവിധ പ്രദേശങ്ങളിൽ ഹാംലെറ്റ് ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റിനെ അറിയപ്പെടുന്നത് എന്തിലാണ്? ഇത്തരത്തിൽ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഹാംലെറ്റ് ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ് എന്ന് നോക്കാം. സെറ്റിൽമെന്റ് ഈസ് ഫ്രാഗ്മെന്റഡ് ഇൻടു സെവറൽ യൂണിറ്റ്സ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ എന്താണ് ഹാംലെറ്റ്സ് എന്ന് പറയുന്നത്? സെറ്റിൽമെന്റ് ഇസ് ഫ്രാഗ്മെന്റഡ് ഇൻടു സെവറൽ യൂണിറ്റ്സ്. അപ്പോൾ സെവറൽ യൂണിറ്റ്സ് ആയിട്ട് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഹാംലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാംലെറ്റ് ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ്സ് എന്താണ്? ഹാംലെറ്റ് ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത് സെവറൽ യൂണിറ്റ്സ് ആയിട്ട് ഫ്രാഗ്മെന്റഡ് ആയിട്ട്, അതായത് ഫ്രാഗ്മെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വേർതിരിച്ചിരിക്കുക എന്നാണ്. അപ്പോൾ ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സെവറൽ യൂണിറ്റ്സ് ആയിട്ട് ഫ്രാഗ്മെന്റ് ചെയ്തിരിക്കുന്ന സെറ്റിൽമെന്റ്സ് ആണ് ഹാംലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഫ്രാഗ്മെന്റ് ചെയ്ത് വച്ചിരിക്കുന്നുവെങ്കിലും അത് എങ്ങനെയാണ്? വിച്ച് ഈസ് ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. അതായത് പരസ്പരം ഇതിന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ സെവറൽ യൂണിറ്റ്സ് ആയിട്ട് ഇത് ഫ്രാഗ്മെന്റ് ചെയ്തും വച്ചിരിക്കും. അപ്പോൾ ഹാംലെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹാംലെറ്റ്സിനെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ ഏതൊക്കെ പേരിൽ അറിയപ്പെടും? പന്ന, പറ, പള്ളി, നഗ്ല, ധാനി എന്നീ പേരുകളിൽ വിവിധ പ്രദേശങ്ങളിൽ ഇത് വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് എന്താണ് ഹാംലെറ്റ് എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഹാംലെറ്റ്? ഹാംലെറ്റ് എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് വിച്ച് ഈസ് ഫ്രാഗ്മെന്റഡ് ഇൻടു സെവറൽ യൂണിറ്റ്സ് വിച്ച് ആർ ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. അതായത് പരസ്പരം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ സെറ്റിൽമെന്റ്സ് സെവറൽ യൂണിറ്റ്സ് ആയിട്ട് ഫ്രാഗ്മെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ടുള്ള സെറ്റിൽമെന്റ് ടൈപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നമ്മൾ അതിനെ ഹാംലെറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹാംലെറ്റ് ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ്സ് നമുക്ക് പൊതുവായിട്ട് കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളാണ്. ഒന്ന് ഛത്തീസ്ഗഡ് ഉണ്ട്, അതുപോലെ തന്നെ ലോവർ ഗംഗ പ്ലെയിൻ ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഹാംലെറ്റ് ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ്സ് കാണുവാൻ സാധിക്കുക? ലോവർ ഗംഗ പ്ലെയിനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പറയാനുള്ള അടുത്ത സെറ്റിൽമെന്റ് ടൈപ്പാണ് ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് ടൈപ്പ്. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെന്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സെറ്റിൽമെന്റ് ടൈപ്പാണ്. ഇത് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ്, അതായത് റിമോട്ട് ജംഗിൾസ്, അതുപോലെ തന്നെ ഡെസേർട്ട് ഏരിയ, ഹില്ലി ടെറൈൻ, ഇവിടെയൊക്കെ മാത്രമേ നമുക്ക് എന്ത് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ? ഇത്തരത്തിലുള്ള ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റ്സ് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് വളരെ ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും ഇവിടെ എന്ത് സംഭവിക്കുക? സെറ്റിൽമെന്റ്സ് സംഭവിക്കുക. അതായത് ഒരു സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ പിന്നെ വളരെ ഡിസ്റ്റൻറ്റിലായിരിക്കും അടുത്ത സെറ്റിൽമെന്റ്സ് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റിൽമെന്റ്സ് നമുക്ക് പൊതുവായിട്ട് കാണുവാൻ സാധിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഹില്ലി ടെറൈനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മേഘാലയ, അതുപോലെ തന്നെ ഉത്തരാഞ്ചൽ, ഹിമാചൽ പ്രദേശ്, നോർത്ത് ഈസ്റ്റേൺ ഹിൽസിലൊക്കെ നമുക്ക് എന്ത് കാണുവാനായിട്ട് സാധിക്കും? ഈ ഡിസ്പേഴ്സ്ഡ് ഓർ ഐസൊലേറ്റഡ് എന്ന് പറയുന്ന സെറ്റിൽമെന്റ് ടൈപ്പ് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ റൂറൽ സെറ്റിൽമെന്റിലുള്ള ടൈപ്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു ക്ലസ്റ്റേർഡ് പറഞ്ഞു. ക്ലസ്റ്റേർഡ് എന്താണ്? ക്ലോസ്ലി ബിൽഡപ്പ് ഏരിയ ഓഫ് ഹൗസസ് ആണ് ക്ലസ്റ്റേർഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ഒരു ജനറൽ ലിവിങ് ഏരിയ ഉണ്ടായിരിക്കും. അവരുടെ ആ ഒരു സറൗണ്ടിങ് ആയിട്ടുള്ള അത് ഈതർ പാസ്റ്റർ ആകാം, ഫാംലാൻഡ് ആകാം, ബാൺ ആകാം, ഇതിൽ നിന്നെല്ലാം എന്തായിരിക്കുമെന്നും പറഞ്ഞു? സെപ്പറേറ്റഡ് ആയിരിക്കുമെന്നും നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു സെമി ക്ലസ്റ്റേർഡ് പറഞ്ഞു. അതാകുമ്പോൾ എന്താണ് പറ്റുക? അതാകുമ്പോഴത്തേക്കും ക്ലസ്റ്ററിങ്ങിനെ റെസ്ട്രിക്റ്റഡ് ഏരിയ കൊണ്ടാണ് രൂപപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പാർട്സ് ഓഫ് രാജസ്ഥാനും ഗുജറാത്ത് പ്ലെയിനും ഒക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ തേർഡ് പറഞ്ഞു ഹാംലെറ്റ്, വിവിധ പ്രദേശങ്ങളിൽ അതിന് വിവിധ പേരുകളിൽ അറിയപ്പെടുമെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഹാംലെറ്റ് എന്ന് നോക്കിയപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്?
അത് ഫ്രാഗ്മെന്റഡ് ഇൻറ്റു സെവറൽ യൂണിറ്റ്സ് ആണ്, അത് ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസ്പേഴ്സ്ഡ് പറഞ്ഞു, അതായത് വളരെ ഐസൊലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിൽമെൻറ്റ്സ് ആണ്. ഇത് എക്സ്ട്രീം ഹില്ലി ആയിട്ടുള്ള ടെറൈനിലായിരിക്കും നമ്മൾ പൊതുവെ കാണുവാനായിട്ട് സാധിക്കുക. നമ്മൾ എക്സാമ്പിളായിട്ട് മേഘാലയ, ഉത്തരാഞ്ചൽ, ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അർബൻ സെറ്റിൽമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അർബൻ സെറ്റിൽമെൻറ്റ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സിറ്റീസും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സിറ്റീസുമാണ്. ടൈപ്സ് ഓഫ് സിറ്റീസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടത് ഓൺ ദ ബേസിസ് ഓഫ് ഇവല്യൂഷൻ, അതായത് അതിൻ്റെ പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് സിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സിറ്റീസിനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഏൻഷ്യൻ്റ് സിറ്റീസ്, സെക്കൻഡ് വൺ മിഡീവൽ സിറ്റീസ്, തേർഡ് വൺ മോഡേൺ സിറ്റീസ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ കാറ്റഗറീസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഏൻഷ്യൻ്റ് സിറ്റീസ്, സെക്കൻഡ് പറഞ്ഞു മിഡീവൽ സിറ്റീസ്, തേർഡ് പറഞ്ഞു മോഡേൺ സിറ്റീസ്. നമ്മൾ സിറ്റീസിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തത്? ഓൺ ദ ബേസിസ് ഓഫ് ഇവല്യൂഷൻ, അതായത് പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏൻഷ്യൻ, മിഡീവൽ, മോഡേൺ സിറ്റീസ് എന്ന് കാറ്റഗറൈസ് ചെയ്തത്. ഇനി ഓരോ കാറ്റഗറീസും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നോക്കാം ഏൻഷ്യൻ സിറ്റീസ്. Ancient cities are those cities with a history of more than 2000 years can be called as ancient cities. അതായത് 2000-ലധികം വർഷം പഴക്കമുള്ള സിറ്റീസിനെ നമുക്ക് എന്ത് സിറ്റീസ് എന്ന് പറയുവാനായിട്ട് സാധിക്കും? ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിറ്റീസ്, അഥവാ ആധുനിക നഗരങ്ങളല്ല, പ്രാചീനമായിട്ടുള്ള നഗരങ്ങൾ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാചീന നഗരങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള നഗരങ്ങളാണ്? പ്രാചീന നഗരങ്ങൾ എന്ന് പറയുന്നത് 2000 വർഷങ്ങളോളം പഴക്കമുള്ള നഗരങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? ഏൻഷ്യൻ്റ് സിറ്റീസ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സിറ്റീസ് പ്രധാനമായിട്ടും കൾച്ചറൽ സെൻറ്റേഴ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ടാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏൻഷ്യൻ്റ് സിറ്റീസ് അഥവാ പ്രാചീന നഗരങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള നഗരങ്ങളാണ്? Cities which have a history of more than 2000 years can be called as ancient cities. Most of these cities have been developed as cultural centers. അപ്പോൾ സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ടാണ് ആര് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്? ഈ ഏൻഷ്യൻ സിറ്റീസ് അഥവാ പ്രാചീന നഗരങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് ഉദാഹരണങ്ങളൊന്ന് നോക്കാം. വാരണാസി, പാടലിപുത്ര, അതുപോലെ തന്നെ മധുര തുടങ്ങിയതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് പറയുവാനായിട്ട് സാധിക്കും? ഏൻഷ്യൻ സിറ്റീസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏൻഷ്യൻ സിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? അതിന് 2000 വർഷത്തിലോളം പഴക്കമുണ്ടായിരിക്കും, അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ടായിരിക്കും അവർ രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരിക്കുക. ഇതിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്ന ആരെയൊക്കെയാണ്? വാരണാസി, പാടലിപുത്ര, മധുര, ഇതൊക്കെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഏതാണ്? അത് മിഡീവൽ സിറ്റീസ് ആണ്, മധ്യകാലത്ത് രൂപപ്പെട്ട് വന്നിട്ടുള്ള നഗരങ്ങളാണ്. Many of cities in India developed in medieval period either as capital city or fort city of princely states or provinces. അതായത് മധ്യകാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ അഥവാ മിഡീവൽ സിറ്റീസ് എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കുക? ഒന്നുകിൽ അത് ക്യാപിറ്റൽ സിറ്റിയോ അല്ലെങ്കിൽ ഫോർട്ട് സിറ്റിയോ ആയിരിക്കും. അതായത് ഒന്നുകിൽ അത് കോട്ടയാൽ സംരക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശമായിരിക്കും, അല്ലെങ്കിൽ അത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ആയിരിക്കും, അവരുടെ ഭരണത്തിൻ്റെ അടിത്തറ, അവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിരിക്കും എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിറ്റീസ് എന്ന് പറയുന്നത് അന്ന് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു, നാട്ടുരാജ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ പ്രോവിൻസസിൻ്റെയോ, അതായത് പ്രവിശ്യകളുടെയോ ഫോർട്ട് സിറ്റിയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റിയോ ആയിരുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ ആയിരുന്ന സിറ്റികളാണ് എന്ത് സിറ്റികൾ എന്ന് പറയുന്നത്? മിഡീവൽ സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫോർട്ട് സിറ്റിയോ അതുപോലെ ക്യാപിറ്റൽ സിറ്റിയോ ആയിരുന്ന സിറ്റീസ് ആണ് എന്ത് സിറ്റീസ് എന്ന് പറയുന്നത്? മിഡീവൽ സിറ്റീസ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡൽഹി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, അതുപോലെ തന്നെ ജയ്പൂർ ഉണ്ട്. അപ്പോൾ ഡൽഹി, ഹൈദരാബാദ്, ജയ്പൂർ പോലുള്ള സിറ്റീസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സിറ്റിയാണ്? മിഡീവൽ സിറ്റീസ് ആണ്. ഈ സിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സിറ്റീസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്യാപിറ്റൽ സിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഫോർട്ട് സിറ്റി ആയിരിക്കും. ആരുടെ ക്യാപിറ്റൽ സിറ്റി ഓർ ഫോർട്ട് സിറ്റി ആയിരിക്കും? പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ പ്രോവിൻസസിൻ്റെയോ ക്യാപിറ്റൽ സിറ്റിയോ അല്ലെങ്കിൽ ഫോർട്ട് സിറ്റിയോ ആയിട്ടുള്ള സിറ്റീസാണ് ഏതെന്ന് പറയുന്നത്? മിഡീവൽ സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള കാറ്റഗറി ഏതാണ്? മോഡേൺ സിറ്റീസ്. അപ്പോൾ ആധുനിക നഗരങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണെന്ന് നോക്കാം. കൊളോണിയൽ പീരിയഡിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള സിറ്റീസാണ് ഏത് സിറ്റീസ് എന്ന് പറയുന്നത്? മോഡേൺ സിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോഡേൺ സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വന്നത് ഏത് പീരിയഡിലാണ്? കൊളോണിയൽ പീരിയഡിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള സിറ്റീസാണ് ഏത് സിറ്റീസ് എന്ന് പറയുന്നത്? മോഡേൺ സിറ്റീസ് എന്ന് പറയുന്നത്. ഈ മോഡേൺ സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്തിന് സമീപത്താണ്? പോർട്സിന് സമീപത്താണ്, അതായത് തുറമുഖങ്ങൾക്ക് സമീപത്താണ് എന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മോഡേൺ സിറ്റീസ് അല്ലെങ്കിൽ കൊളോണിയൽ പീരിയഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്
പോർട്ടിന് സമീപമാകുമ്പോൾ തന്നെ ഇവർക്ക് ട്രേഡ് നടത്തുന്നതിനും അതുപോലെ തന്നെ കച്ചവടം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും വളരെയധികം അത് സഹായകരമാവുകയും അതുകൊണ്ടാണ് ഈ മോഡേൺ സിറ്റീസ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഈ മോഡേൺ സിറ്റീസ് പോർട്ടിന് സമീപമായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് എക്സാമ്പിളായിട്ട് പറയാവുന്ന സിറ്റീസാണ് മുംബൈ, ചെന്നൈ, ഗോവ, പുതുച്ചേരി. ഇതെല്ലാം എങ്ങനെയുള്ള സിറ്റീസാണ്? മോഡേൺ ആയിട്ടുള്ള സിറ്റീസാണ്. അപ്പോൾ മോഡേൺ സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് ഏത് കാലഘട്ടത്തിലാണ്? കൊളോണിയൽ പീരീഡിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് എന്തിന് സമീപത്താണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? പോർട്ട് അഥവാ തുറമുഖങ്ങൾക്ക് സമീപത്താണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? മുംബൈ, ചെന്നൈ, ഗോവ, അതുപോലെ തന്നെ പുതുച്ചേരി. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്തിൻ്റെ ക്രൈറ്റീരിയയിലുള്ള ടൈപ്സ് ആയിരുന്നു, സിറ്റി ടൈപ്സ് ആയിരുന്നു നോക്കിയത്. നമ്മൾ ഇവല്യൂഷൻ്റെ ബേസിലുള്ള സിറ്റി ടൈപ്സ് എല്ലാം നോക്കിയത്. ഏതൊക്കെയായിട്ടാണ് നമ്മൾ തിരിച്ചത്? ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ സിറ്റീസ് ആയിട്ട് നമ്മൾ തിരിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ് ആണ്. അതായത് അവിടെ ആ സിറ്റീസിനുള്ള ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റീസിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം എന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഫങ്ഷണൽ കാറ്റഗറൈസേഷൻ നടത്താൻ പറ്റുമ്പോൾ പ്രധാനമായി പറയേണ്ട കാറ്റഗറീസ് ആണ്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ടൗൺസ്, അതുപോലെ ട്രാൻസ്പോർട്ട് സിറ്റീസ്, കൊമേഴ്സ്യൽ ടൗൺസ്, മൈനിങ് ടൗൺസ്, ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺസ്, എഡ്യൂക്കേഷണൽ ടൗൺസ്, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് ടൗൺസ്. നമുക്ക് ഒന്നുകൂടെ പറയാം. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ ടൗൺസ് ആൻഡ് സിറ്റീസിനെ നമുക്ക് പ്രധാനമായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്, ഇൻഡസ്ട്രിയൽ ടൗൺസ്, ട്രാൻസ്പോർട്ട് ടൗൺസ്, കൊമേഴ്സ്യൽ ടൗൺസ്, മൈനിങ് ടൗൺസ്, ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺസ്, എഡ്യൂക്കേഷണൽ ടൗൺസ്, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് ടൗൺസ് തുടങ്ങിയ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് എന്ന് പറയുന്നത് ടൗൺസ് വിച്ച് ആർ സപ്പോർട്ടിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓർ ഹൈ ഓർഡർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഹൈ ഓർഡറിനെയോ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സിനെയോ സപ്പോർട്ട് ചെയ്യുന്ന ടൗണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺ എന്ന് പറയുന്നത് അത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സിനെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹൈ ഓർഡറിനെയോ സപ്പോർട്ട് ചെയ്യുന്ന ടൗൺസ് ആണ്. എന്ത് ടൗൺസ് എന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇതിന് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ നോക്കുകയാണെങ്കിൽ ചണ്ഡീഗഡ് ഉണ്ട്, ശ്രീനഗർ, ഇംഫാൽ, ഗാന്ധിനഗർ, അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളതാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അതാണ് എന്തിന് എക്സാമ്പിൾസ്? അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസിന് എക്സാമ്പിൾസ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ടൗൺസ് ആണ്? ടൗൺസ് വിച്ച് ആർ സപ്പോർട്ടിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓർ ഹൈ ഓർഡർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺ എന്ന് പറയാം. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ക്യാപിറ്റൽ സിറ്റീസ് പറഞ്ഞാൽ മതി. നമ്മൾ ഏതൊക്കെ പറയാം? നമുക്ക് ഗാന്ധിനഗർ, ശ്രീനഗർ, ഇംഫാൽ, അതുപോലെ തന്നെ ഭോപ്പാൽ, ഷില്ലോങ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ള രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇൻഡസ്ട്രിയൽ ടൗൺസ്. ഇൻഡസ്ട്രിയൽ ടൗൺസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രൈം മോട്ടീവ് ഫോഴ്സ് ഓഫ് ദീസ് സിറ്റീസ്. അതായത് ഈ സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണ്. ഹെവി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണ് എന്തിൻ്റെ പ്രൈം മോട്ടീവ് അല്ലെങ്കിൽ എന്തിൻ്റെ പ്രൈം റീസൺ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ടൗൺസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൻ്റെ ഹബ്ബാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. സേലം, കോയമ്പത്തൂർ, അതുപോലെ തന്നെ ജംഷഡ്പൂർ, ഹൂഗ്ലി, ഭിലായ്, ഇതൊക്കെ നമുക്ക് എന്താണെന്ന് പറയാം? ഇൻഡസ്ട്രിയൽ ടൗൺസ് ആണെന്ന് പറയാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ ടൗൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ ടൗൺസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൻ്റെ ഹബ്ബായിട്ടുള്ള ഏരിയയാണ് ഇൻഡസ്ട്രിയൽ ടൗൺ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? സേലം, കോയമ്പത്തൂർ, അതുപോലെ തന്നെ ജംഷഡ്പൂർ, മോദിനഗർ, ഹൂഗ്ലി, അതുപോലെ തന്നെ ഭിലായ് ഒക്കെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? ഇൻഡസ്ട്രിയൽ ടൗൺസിന് എക്സാമ്പിളായിട്ട് പറയുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാവുന്നതാണ് ട്രാൻസ്പോർട്ട് സിറ്റീസ്. അപ്പോൾ ട്രാൻസ്പോർട്ട് സിറ്റീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പോർട്ടിന് സമീപമാണ്. നമ്മൾ നേരത്തെ മോഡേൺ സിറ്റീസ് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ പോർട്ടിന് സമീപമായിട്ടാണ് അല്ലെങ്കിൽ തുറമുഖത്തിന് സമീപമായിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ട്രാൻസ്പോർട്ട് സിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ വിശാഖപട്ടണമുണ്ട്, കാൺലയുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്. ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? ട്രാൻസ്പോർട്ട് സിറ്റീസ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഇത് സീയിലൂടെ ഉള്ള മാത്രമല്ല ഇൻലാൻഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഉണ്ട്. ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നദിയിലൂടെയുള്ള
ഗതാഗതം നമ്മൾ നോർമലി പറയുന്നത് സീ വേയിലൂടെയുള്ള ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പോലും അത് കൂടാതെ ഇൻലാൻഡ്, അതായത് വലിയ നദികളുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ നദികളായതുകൊണ്ട് തന്നെ അവിടെ ഈ ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മളിവിടെ കായലിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ അവർക്ക് അവിടെ നദികളിലൂടെ അവർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ നോർത്ത് ഇന്ത്യയിലുള്ള കുറച്ച് സെൻറ്റേഴ്സാണ് ആഗ്ര, ധൂലിയ, അതുപോലെ മുഗൾ, സറായി തുടങ്ങിയവ. അപ്പോൾ ട്രാൻസ്പോർട്ട് സിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള സിറ്റീസാണ്? ട്രാൻസ്പോർട്ട് സിറ്റീസ് എന്ന് പറയുന്നത് പൊതുവായിട്ട് പോർട്സിന് സമീപം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള സിറ്റീസാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കാൺലയുണ്ട്, ഗുജറാത്തിലെ കാൺല, അതുപോലെ തന്നെ കോഴിക്കോട്, വിശാഖപട്ടണം. ഇതൊക്കെ നമുക്ക് എന്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം? ട്രാൻസ്പോർട്ട് സിറ്റീസിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ തന്നെ ഇത് സീവേസിലൂടെ മാത്രമല്ല ഇൻലാൻഡിലൂടെയും ട്രാൻസ്പോർട്ട് ഉണ്ട്. അതായത് ഇൻലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ പറയാം? ആഗ്ര പറയാം, ധൂലിയ പറയാം, മുഗൾ പറയാം, അതുപോലെ തന്നെ സറായി പറയാം. എന്തിൻ്റെയൊക്കെ സെൻറ്റേഴ്സാണ്? ഇൻലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ സെൻറ്റേഴ്സാണ്. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത കാറ്റഗറിയാണ് കൊമേഴ്സ്യൽ ടൗൺസ്. കൊമേഴ്സ്യൽ ടൗൺസ് അല്ലാതെ ടൗൺസ് ഓർ സിറ്റീസ് വിച്ച് ആർ സ്പെഷ്യലൈസിങ് ഇൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയുവാനായിട്ട് സാധിക്കും? കൊമേഴ്സ്യൽ ടൗൺസ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ കൊമേഴ്സ്യൽ ടൗൺസ് എന്ന് പറയുന്നത് എന്താണ്? ടൗൺസ് ആൻഡ് സിറ്റീസ് വിച്ച് ആർ സ്പെഷ്യലൈസിങ് ഇൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? നമുക്കതിനെ കൊമേഴ്സ്യൽ ടൗൺസ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കൊമേഴ്സ്യൽ ടൗൺസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് കൊൽക്കത്ത, സഹറാൻപൂർ, സാത്ന പോലുള്ള സിറ്റീസ്. അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്? കൊൽക്കത്തയുണ്ട്, സഹറാൻപൂർ ഉണ്ട്, അതുപോലെ തന്നെ സാത്നയുണ്ട്. അപ്പോൾ കൊൽക്കത്ത, സഹറാൻപൂർ, സാത്ന ഇതൊക്കെ എങ്ങനെയുള്ള സിറ്റീസാണ്? കൊമേഴ്സ്യൽ ടൗൺസ് ആണ്. അതായത് ടൗൺസ് ആൻഡ് സിറ്റീസ് വിച്ച് ആർ സ്പെഷ്യലൈസിങ് ഇൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? കൊമേഴ്സ്യൽ ടൗൺസ് എന്ന് പറയാം. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെ? കൊൽക്കത്ത, സഹറാൻപൂർ, അതുപോലെ തന്നെ സാത്ന. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത കാറ്റഗറിയാണ് മൈനിങ് ടൗൺസ്. ആ പേരിൽ തന്നെയുണ്ട് ഈ ഇത്തരം ടൗൺസിൽ എന്തായിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുക? മിനറൽ റിച്ച് ഏരിയ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ വളരെ മിനറൽ റിച്ച് ഏരിയസ് ആണെങ്കിൽ അവിടെ എന്തുണ്ട്? മൈനിങ് ആക്ടിവിറ്റീസ് നടക്കും. ഇത്തരത്തിൽ മൈനിങ് ആക്ടിവിറ്റീസിൻ്റെ ഹബ്ബായിട്ടുള്ള ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുക? മൈനിങ് ടൗൺസ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള മൈനിങ് ടൗൺസിന് എക്സാമ്പിളാണ് റാണിഗഞ്ച്, ദിഗ്ബോയ്, ഝാരിയ തുടങ്ങിയ പ്രദേശം. അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളാണ്? റാണിഗഞ്ച്, ദിഗ്ബോയ്, ഝാരിയ തുടങ്ങിയതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? മൈനിങ് ടൗൺസിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത കാറ്റഗറിയാണ് ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺസ്. ഇപ്പോൾ ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഡിഫൻസിന് പർപ്പസിലാണ്, അല്ലെങ്കിൽ ഡിഫൻസീവ് പർപ്പസിലാണ്. ഇപ്പോൾ ഡിഫൻസീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിറ്റീസാണ് എന്ന് പറയുന്നത് ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സിറ്റീസാണ് അംബാല, ജലന്ധർ, ഉധംപൂർ തുടങ്ങിയവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺസിൻ്റെ പർപ്പസ് എന്താണ്? ഡിഫൻസീവ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് അല്ലെങ്കിൽ സിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? അംബാല, ജലന്ധർ, അതുപോലെ തന്നെ ഉധംപൂർ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട ടൗൺ കാറ്റഗറിയാണ് എഡ്യൂക്കേഷണൽ ടൗൺസ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ടൗൺസ് എന്ന് പറയുന്നത് സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൗൺസ് ആണ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ടൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷണൽ ടൗൺസ് എന്ന് പറയുന്നത്? സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ടൗൺസിന് നമുക്ക് എന്തെന്ന് പറയാം? എഡ്യൂക്കേഷണൽ ടൗൺസ് എന്ന് പറയാം. പ്രധാനമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ടൗൺസ് ആണ് റൂർക്കി, വാരണാസി, അലിഗഡ്, അതുപോലെ തന്നെ പിലാനി തുടങ്ങിയവ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ ടൗൺസ്? റൂർക്കി ഉണ്ട്, വാരണാസി ഉണ്ട്, അലിഗഡ് ഉണ്ട്, അതുപോലെ തന്നെ പിലാനി, അലിഗഡ്, വാരണാസി, റൂർക്കി ഇതൊക്കെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ ടൗൺസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള കാറ്റഗറിയാണ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ്. അപ്പോൾ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ് എന്ന് പറയുമ്പോൾ ഇത്തരം ടൗൺസിന് എന്ത് പ്രത്യേകതയായിരിക്കും ഉണ്ടായിരിക്കുക? റിലീജിയസ് ഓൾ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള ടൗൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ് എങ്ങനെയുള്ള ടൗൺസ് ആണ്? അവ റിലീജിയസ് അല്ലെങ്കിൽ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് മനസ്സിൽ വയ്ക്കാൻ എളുപ്പമായിട്ടുള്ളതാണ്. അതായത് തിരുപ്പതി, കുരുക്ഷേത്ര, ഉജ്ജയിൻ, മഥുര, പുരി, അജ്മീർ ഇതൊക്കെ എന്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും? റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇത്തരം പ്രദേശങ്ങളുടെ ഒരു സവിശേഷത എന്തായിരിക്കും? അവിടെ റിലീജിയസ് ഓർ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ള ലാസ്റ്റ് കാറ്റഗറിയാണ് ടൂറിസ്റ്റ് ടൗൺസ്.
അപ്പോൾ ടൂറിസ്റ്റ് ടൗൺസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട് ആ ഒരു പ്രദേശത്തിന് എന്തായിരിക്കും സവിശേഷത എന്ന് പറയുന്നത്, അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ടൗൺസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൂറിസ്റ്റ് ടൗൺസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഡാർജിലിംഗ്, മുസോറി, ഷിംല, ഊട്ടി തുടങ്ങിയവ. അപ്പോൾ പ്രധാനമായിട്ടുള്ള ടൂറിസ്റ്റ് ടൗൺസ് ഏതൊക്കെയാണ്? ഊട്ടി, മുസോറി, ഡാർജിലിംഗ്. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു? ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ടൗൺസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് സിറ്റീസ് ഉണ്ട്, കൊമേഴ്സ്യൽ ടൗൺസ് ഉണ്ട്, മൈനിങ് ടൗൺസ് ഉണ്ട്, ഗാരിസൺ ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് ടൗൺസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ടൗൺസ് ഉണ്ട്, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ് ഉണ്ട്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് ടൗൺസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ സിറ്റീസ് ഉണ്ട്. ഇത് പലപ്പോഴും മാപ്പിൽ അടയാളപ്പെടുത്താനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അംബാല എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സിറ്റീസ്, അതായത് എക്സാമ്പിളിൽ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് ഇതുപോലെ ഗാരിസൺ ആൻഡ് കണ്ടോൺമെൻറ്റ് ടൗൺസിൽ അംബാല ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷനുള്ള സിറ്റീസ് ചോദിക്കുമ്പോൾ പലപ്പോഴും ആഗ്ര, ധൂലിയ ഇതുപോലുള്ളത് അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായി നോക്കുമ്പോൾ ഇന്ത്യയുടെ മാപ്പും കൂടി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പോർഷൻ കവർ ചെയ്യാൻ. അതായത് ഇത് പലപ്പോഴും ഭൂപടത്തിൽ മറ്റേ അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് കവർ ചെയ്ത പോർഷൻസ് ഏതൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ റൂറൽ സെറ്റിൽമെൻറ്റിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്തായിരുന്നു. അതിന് നമ്മൾ പ്രധാനമായിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സാണ് പറഞ്ഞത്? നമ്മൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു, കൾച്ചറൽ ആൻഡ് എത്തനിക് ഫാക്ടേഴ്സ് പറഞ്ഞു, അതുപോലെ സെക്യൂരിറ്റി ഫാക്ടേഴ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കി. നമ്മൾ ക്ലസ്റ്റേർഡ്, സെമി ക്ലസ്റ്റേർഡ്, ഹാംലെറ്റ്, ഡിസ്പേഴ്സ്ഡ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ സിറ്റീസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇവല്യൂഷൻ്റെ ബേസിൽ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുമെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഏൻഷ്യൻ സിറ്റീസ്, മെഡീവൽ സിറ്റീസ്, അതുപോലെ തന്നെ മോഡേൺ സിറ്റീസ്. അതിനുശേഷമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ഫങ്ഷണൽ കാറ്റഗറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ഈ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാവുന്നതിനായിട്ട് വിദ്യാസാഗറിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.